ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ ഞാൻ ഡയറി അറിഞ്ഞു കുറച്ച് കുട്ടികളോട്. അങ്ങനെ ഡയറി എടുത്താടി. ഇതാ സാറേ ഡയറി. വൃത്തിയുള്ള ബുക്കാണല്ലോ. ഇജ് ഡയറി ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു. കുയിലിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി. തിരിച്ചു വന്ന് ഞാൻ ഉപ്പാക്ക് ഒരു ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോയി. നല്ല കുട്ടി. എന്റെ മൂത്രമൊഴിക്കാനൊക്കെ രാവിലെ അയച്ചിട്ടുണ്ടായി. കുയിലിന്റെ ഇറങ്ങുമ്പോ അതിന്റെ പെണ്ണുമ്പോ കൂർക്ക വലിച്ചേക്കാനോ. സുബ്രു ജീവനെ കണ്ട് പഠിക്കേ. അയച്ച അന്റെ ഡയറി കാട്ടിക്ക ഫസ്റ്റ്. ഇവിടെ കൊറേ ഡയലോഗ് കളിച്ചിട്ടുണ്ടല്ലോ. സാർ എന്റെ ഡയറി നോക്കി എവിടുന്നാ നമുക്ക് ഇത്രയും വൃത്തിയുള്ള ഒരു ഡയറി ഇട്ടിത്? എന്തായാലും നോക്കട്ടെ. നല്ല ഡയറി നോക്കട്ടെ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു. പല്ല് തേച്ചില്ല, കുളിച്ചില്ല. ഞാൻ ഇന്നലെ ഇട്ട യൂണിഫോം ഇട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് വന്നു. എന്താ അത്? സുബ്രു. അതിനുമാണ് നമ്മളെ സുബ്രു. ഞാൻ സത്യം മാത്രമേ തുറന്നു പറയുള്ളൂ. ഇതിലെന്താ അളവുള്ളേ? ഞാൻ വല്ലിച്ചിട്ടില്ല, ഞാൻ കുളിച്ചിട്ടില്ല. ഇന്നലെ യൂണിഫോം, ഇന്നലെ സോക്സ്, പിന്നെ ടൈം ടേബിൾ തെച്ചിട്ടില്ല. തൊള്ള തുറന്ന ഞാന് ഫുള്ള് സത്യം പറയുള്ളൂ. നേരത്തെ പറഞ്ഞില്ല എന്തെങ്കിലും എന്റെ മറന്നുകണാണ് ഇന്നതൊക്കെ വന്നു. ഇതാണ് എന്റെ ഡയറി. നാളെയും മറ്റന്നാളും എന്റെ പിറ്റേന്ന് ലീവാണ്. നല്ല ഡയറി എഴുതി കൊണ്ടുവരണം. ഡയറി പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയോ? ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യം ഇതിൽ എഴുതി കൊണ്ടുവരണമാണ്. എന്റെ ഒരു വളക്കാമ്പത്തെ പേപ്പറ്. സാറേ, ഈ ഡയറി തന്നെ നിങ്ങൾ എന്നെ പുച്ഛിക്കും ചെയ്തു. പിന്നെ ഇതിലെന്താ പുച്ഛം? ഞാൻ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും. പക്ഷെ അങ്ങനെയൊന്നുമല്ലല്ലോ ഒറ്റ ടീച്ചർമാരെ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രത്യേക കാര്യം തന്നെ പറഞ്ഞേ. പോയും പോയി. എപ്പോഴും ഈ പിള്ളേര് ഇങ്ങനെ തന്നെയാണ്. കുരുത്തം കിട്ട പിള്ളേര്. ഇവരൊന്നും ഒരിക്കലും നന്നാവൂല. എന്താ പറഞ്ഞേ? കേട്ടില്ല. 2-3 ദിവസം ലീവ്. അത് കഴിഞ്ഞ് ഈ സുബ്രു നേരത്തെ ബുക്ക് കഴിച്ചില്ല ഡയറി. നല്ല വൃത്തിയുണ്ടായിരുന്നെ. അതേമാതിരി അങ്ങോട്ടാണ് കൊണ്ടു കാണിച്ചു. നാളത്തെ ഇജി ഇതേപോലത്തെ ഡയറി കൊണ്ടാ നിന്റെ സ്വഭാവം മാറും. ഇജി ഈ സ്കൂളല്ല കാര്യം പഠിച്ചത്. ഇതൊക്കെ പറയാൻ ഹെഡ്മാഷാ. എടാ, നീ സാറാണെന്ന് ബഹുമാനിക്ക്. ഈ ബഹുമാനം ഇല്ലാത്ത നിങ്ങളോട് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാവരോടും ഞാൻ എഴുതിയിരിക്കാം. ആദ്യം നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കേ കുട്ടികളോട്. നാളെ ഈ സുബ്രുവിന്റെ വരവേ നിങ്ങളൊക്കെ ഞെട്ടിച്ചിട്ടേക്കാരും കാണിച്ചു തരാം. ഞെട്ടിക്കല്ല, അവിടെ പോയി നെറ്റിക്കൽ ബിരിയാണി പോയി കഴിച്ചാലോ? എന്താ നിങ്ങളെ കഴിച്ചല്ലോ നെറ്റിക്കൽ ബിരിയാണി? എന്നാല് നെറ്റിക്കൽ ബിരിയാണി നിങ്ങളെ മുന്നെന്ന് വെച്ചാല് 10 കിലോമീറ്റർ അപ്പുറം നിങ്ങൾ ഞെട്ടൂടെ? അങ്ങനത്തെ സാധനമല്ലേ. ഇന്ന് ഈ സുബ്രു പോയി. 3 ദിവസം കഴിഞ്ഞ് ഈ സുബ്രുവിന്റെ ഒരു വരവുണ്ടാവും. അതിൽ നിങ്ങൾ മാത്രമല്ല ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഞെട്ടു. കാണിച്ചല്ലോ. നന്നായി, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സാറിനോട് ഭയങ്കര ഡയലോഗ് അടിച്ചു. കാണിച്ചേക്കാം 3 ദിവസം കഴിഞ്ഞ നോക്കാനല്ലേ വരാം. ഇപ്പൊ പഠിച്ചട്ടെ. എന്നാലും 3 ദിവസം കഴിഞ്ഞാലേ സാറിനെ ഷോപ്പ് കിട്ടുന്നുണ്ട്. is called it will maybe because therefore will take great survives. 3 ദിവസം ഒരു തീരുമാനക്കണം. ഇനി മുതൽ ഈ സുബ്രുക്ക് ഉറക്കുന്ന സാധനം. പിന്നെ ഫോണിൽ നോക്കി ABCDEF ഫുള്ള് കാണാൻ പഠിച്ചത്. നാളെ മറ്റന്നാൾ സാറിന്റെ മുന്നിൽ പോയി ഷോപ്പ് ഇപ്പൊ പഠിച്ചാലേ ഇനി കഴിയുള്ളൂ. ഉപ്പ് സോറി ഈ അക്ഷരം വായിച്ചത് ഞാനപ്പോ ഡയറി നോക്കി. മലയാളത്തിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞല്ലോ സാർ. ഇതിപ്പോ പറഞ്ഞു എനിക്ക് ഉറക്കം വരില്ലല്ലോ.
ഓർക്കാനിട്ട് ഞാൻ തന്നെ സത്യട്ടെ ഇനിയിപ്പോ എന്താ ഇതാഴ്ച പറ്റും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ ഞാൻ ചില കുട്ടികളോട് ഡയറി ഉണ്ടാൻ പറഞ്ഞല്ലോ, അത് കാട്ടി. അതോ ഡയറി ഇപ്പൊ ഇന്നാരുണ്ടെങ്കിൽ ശരി ഇപ്പൊ ചാടിപ്പോയി. ശരി, ഡയലോഗ് നിർത്തി ചോദിച്ച സാധനം കാട്ടി. 3 ദിവസം മുന്നേ ഞാൻ ഡയലോഗ് അടിച്ചില്ലേ, അത് വെറുതല്ല. സൂപ്പർ ഒന്ന് വെറും കയ്യത്തല്ലോ കൈക്കിൽ സാധനം ഉണ്ട്. ഇതാ അത് കിട്ടിയത് ഇതൊന്ന് കട്ടെടുത്ത് ഫ്ലാഷ് ബാക്ക്. ഓ ഇനിയിപ്പോ ഫോണൊക്കെ ചെയ്താ ഇനിയിപ്പോ ഇന്നെ കൊണ്ട് IBCD ഒന്ന് പഠിച്ചു. ഞങ്ങളല്ലടാ ആരെ വിളിച്ച് കല അവിടെ നിൽക്കട്ടെ, ചെയ്ത് നോക്കട്ടെ. എനിക്ക് കുറച്ച് ഷുവറാണല്ലോ. എവിടുന്നാണ് അതൊക്കെ പൊക്കിയെടുത്തേ? സത്യം പറഞ്ഞോ? എന്തായാലും ഞാൻ എന്റെ പെരീക്കരാ. കുടിച്ചോ. നമുക്ക് കാണാം കേട്ടോ. കാണാം കാണാം. ഓന്റെ ഒരു ഭീഷണി. ഞാൻ വന്നിട്ടെന്ന ബാക്കി കാര്യമുള്ളൂ. അതാണ് സാറോ? ആ, നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളി. കുറച്ച് കാലം പറയാനുണ്ട്. ഞങ്ങൾ പിന്നെന്താ ചെയ്യണ്ടേ? തല്ലോ തലേ കയറേണ്ട ഓരോ തോമലാസം കണ്ട ബലാലി. ഈ ബലാലി നിർത്തി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. സുബ്രു വെച്ചാണ്ട് ബാക്കി എല്ലാരും ഡയറി കിട്ടി. നോക്കണം നോക്കണ്ട ആരും നോക്കണ്ട ഇന്ന തന്നെ അറിഞ്ഞേ. ഇതാ സാറേ. ബാക്കിയുള്ളൊന്നും ഡയറി ഒന്നും കിട്ടിയേ? അപ്പൊ നമ്മള് പുതിയ ചാപ്റ്റർ എടുക്കാൻ പോണേ. പേജ് നമ്പർ 148. എല്ലാരും എടുത്തോളി. അപ്പൊ നമ്മൾ ഇത്ര എടുക്കണുള്ളൂ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആ സാറേ എനിക്ക് ഡൗട്ട് ഉണ്ട്. ആർക്കെന്താ ഡൗട്ട് ഉള്ളത്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ എനിക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് പല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒറ്റക്ക് തീർത്താ മതി. സാർമാരോടും ടീച്ചർമാരെ ഫസ്റ്റ് ബഹുമാനിക്കാൻ പഠിക്കേ. എന്നിട്ട് മതി ഡൗട്ടൊക്കെ തീർത്തത്. ഫീസിന്റെ വർത്താനം ഇത് കഴിഞ്ഞ കാലത്തെ ഫീസ് ഒന്നും ഇപ്പോഴും തന്നിട്ടില്ല. ഫീസിനുള്ള ഇവിടെ പഠിപ്പിക്കണ്ട. ഫീസ് അടിച്ചാൽ ഡയലോഗ് അടിച്ചിട്ടല്ലേ കാര്യമൊന്നുമില്ല. ബെല്ലടിച്ച് ഇനി എല്ലാവരും ബുക്കും ബാഗ് കൊടുത്ത് പൊയ്ക്കോളി. സാറ് ഇന്നലെ കൊണ്ടുവന്ന് മതിയായില്ലേ? ഈ ദയവ് ചെയ്ത് കുട്ടികളെ മുന്നിൽ വെച്ച് ഇന്നെ അങ്ങനെ പറയരുത്. ക്ലാസ്സിലില്ലല്ലോ. എനിക്ക് നന്ദി. ഞാൻ പോയി.